നമസ്കാരം സുഹൃത്തുക്കളെ, വീണ്ടും ഒരു പുതിയ വീഡിയോയിൽ നാം കണ്ടുമുട്ടിയിരിക്കുകയാണ്. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞു. എല്ലാവരും വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചുവെന്ന് വിശ്വസിക്കുന്നു. വിളക്ക് എന്ന് പറയുന്നത് ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ്. വെളിച്ചമാണ് വിളക്ക്, നമ്മുടെ ജീവിതത്തിൻ്റെ വെളിച്ചമാണ് വിളക്ക്. അതുകൊണ്ട് വിളക്ക് വെക്കുന്നതിൽ ഒരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല. സന്ധ്യാനേരങ്ങളിൽ വിളക്ക് വെക്കുന്നത് എന്തിനാണെന്നറിയോ? സന്ധ്യാനേരത്ത് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ചുറ്റും ഇരുട്ട് വീഴുകയാണ്. ആ ഇരുട്ടിനെ നമ്മൾ എങ്ങനെയാണ് തോൽപ്പിക്കേണ്ടത്? എന്തുകൊണ്ടാണ് തോൽപ്പിക്കേണ്ടത്? വെളിച്ചം കൊണ്ട് തോൽപ്പിക്കണം. ഇരുട്ട് എന്ന തിന്മയെ വിളക്ക് അഥവാ വെളിച്ചമാകുന്ന നന്മ കൊണ്ട് തോൽപ്പിക്കുകയാണ് നമ്മൾ ആ സന്ധ്യാനേരത്ത് ചെയ്യുന്നത്. അങ്ങനെ ഇരുട്ടിനെ നാം തോൽപ്പിച്ചു കഴിയുമ്പോൾ അറിയാതെയെങ്കിലും നമ്മുടെ മനസ്സിലെ, അതായത് മനസ്സിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ എങ്കിലും നമുക്ക് എന്താ സംഭവിക്കുക? നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. നമുക്ക് ഈ തിന്മയെ നശിപ്പിക്കാനുള്ള ശക്തിയും ധൈര്യവും ഉണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ആ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒന്നാണ്. നാളേക്ക് നമ്മുടെ ജീവിതത്തിലെ ഓരോ സംഭവത്തിലും നമ്മൾക്ക് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് ആ കോൺഫിഡൻസിനോടനുബന്ധിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിളക്ക് വെക്കുന്നത് അത് വെറും ഒരു സംഭവമാണ്, അതൊരു ആചാരമാണ് എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. അത് നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ വെളിച്ചം എന്ന് പറയുന്നത്, ഇരുട്ടിനെ അകറ്റുന്ന വെളിച്ചം നമ്മുടെ മനസ്സിൽ എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് നമ്മളിലുണ്ടാക്കുന്ന ഒരു പോസിറ്റീവ് എനർജി, അത് നമ്മുടെ ജീവിതത്തിൽ എന്നും പ്രയോജനപ്പെടും എന്നുള്ളതിൽ ഒരു സംശയവും ആർക്കും വേണ്ട. തന്നെയുമല്ല, ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്നുള്ള കാര്യവും നമ്മൾ മറക്കണ്ട. സനാതനധർമ്മത്തിലെ ഒരു പ്രധാന സംസ്കാരം തന്നെയാണ് ഈ സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ചോദിക്കും, എന്താണ് ഈ സംസ്കാരമെന്ന്? സംസ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, അതായത് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള കഴിവാണ് സംസ്കാരം. നാം ഏതെങ്കിലും ഒരു സംസ്കാരത്തിന് ഉള്ളിൽ നിൽക്കുമ്പോൾ എല്ലാത്തിനും ഒരു നിയന്ത്രണം ഉണ്ടാകും. ഒന്നും തന്നെ അമിതമാവില്ല. ഒരു ദുസ്വഭാവവും, എന്താണ് നല്ലത് എന്താണ് ചീത്ത എന്ന ബോധം നമുക്ക് ഉണ്ടാകും. തെറ്റ് ചെയ്താൽ തിരുത്താനുള്ള ബോധമുണ്ടാകും. അതാണ് സംസ്കാരം. അതുകൊണ്ട് തന്നെ വിളക്ക് നമ്മുടെ ഉള്ളിൽ നന്മയുടെ വിത്ത് നിറയ്ക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. നമ്മുടെ സംസ്കാരം നമ്മളോടുകൂടി അവസാനിക്കാതെ നമ്മുടെ വരും തലമുറയ്ക്ക്, നമ്മുടെ കുഞ്ഞുമക്കൾക്ക് പകർന്നു കൊടുക്കാനും കൂടി ഉള്ളതാണെന്ന് ചിന്തിച്ച് എല്ലാ ദിവസവും വൈകിട്ട് നിങ്ങൾ ഓരോരുത്തരും വീട്ടിൽ സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ചിലപ്പോൾ ചിലർ പറയാം, എനിക്ക് വളരെയധികം തിരക്കുള്ളതിനാൽ എനിക്ക് സന്ധ്യയ്ക്ക് വിളക്ക് വെക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ളവരുണ്ടാവാം. നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങനെയുള്ളവരാണ് കൂടുതൽ. പക്ഷെ ഒന്ന് പറയാം, നമ്മുടെ സനാതന സംസ്കാരത്തിൽ ഒന്നിനും പ്രത്യേക നിർബന്ധമൊന്നുമില്ല. നമുക്ക് കഴിവിനുള്ളതുപോലെ നമ്മുടെ കഴിവിനനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അതിലും നമ്മൾ ചെയ്യുമ്പോൾ നിഷ്ഠയോടും മനസ്സിൽ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ എല്ലാവരും എപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണോ, നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ആ കർമ്മം ചെയ്യുക. അത് ചെയ്യുന്നത് മനസ്സിൽ ആത്മാർത്ഥതയോടുകൂടിയായിരിക്കണം, നിഷ്ഠയോടുകൂടിയായിരിക്കണം, മനസ്സ് ശുദ്ധമായിരിക്കണം. ഇതാണ് പ്രധാനം. അപ്പോൾ എല്ലാവരും അവരവരുടെ കഴിവിനനുസരിച്ച് ചെയ്യുമല്ലോ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വന്നാലോ? ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡിവിഷൻസ് ഇൻ ഹിന്ദു സ്ക്രിപ്റ്റേഴ്സ്, അതായത് നമ്മുടെ മതഗ്രന്ഥ പഠന ശാഖകളാണ്. നമ്മുടെ ഹിന്ദു മത പഠനത്തിൻ്റെ ശാഖകൾ, അതിനകത്ത് ഒരുപാട് ശാഖകളുണ്ട്. നമുക്ക് പഠിക്കുന്നത് ഒരു സിംഗിൾ ബുക്കല്ല നമ്മൾ പഠിക്കുന്നത്, നമുക്ക് പല ശാഖകളുണ്ട്. ഈ ശാഖകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. പ്രധാനമായും 4 ശാഖകളാണ് ഇതിനുള്ളത്. അതിൽ ഒന്നാമത്തത് എല്ലാവർക്കും അറിയാവുന്ന ശാഖകളാണ്. കാരണം നമ്മുടെ ഹിന്ദു സനാതന ധർമ്മ സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ആ ശാഖ അറിയാം. കാരണം അതിൻ്റെ പേര് അവർ കേട്ടിട്ടുണ്ട്. വേറൊന്നുമല്ല, ഒന്നാമത്തെ ശാഖ എന്ന് പറയുന്നത് വേദങ്ങൾ. വേദം എന്നാൽ അറിവ് എന്നാണ് അർത്ഥം. നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ അടിസ്ഥാനം തന്നെ വേദമാണ്. മനുഷ്യകുലത്തിൻ്റെ തന്നെ ആദിമ ഗ്രന്ഥമാണ്. മന്ത്രങ്ങളടങ്ങിയതാണ് ഈ ഗ്രന്ഥം എന്ന് പറയുന്നത്. രണ്ടാമത്തേതോ ബ്രാഹ്മണങ്ങൾ എന്ന് പറയും. ബ്രാഹ്മണങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും ഗദ്യമാണ്.
ഭൗതിക നന്മയ്ക്കായിട്ടുള്ള ആചാരങ്ങളും യാഗയജ്ഞങ്ങളും അനുഷ്ഠിക്കാനുള്ള വിവരണങ്ങളാണ് അതിലുള്ളത്. ഇനി മൂന്നാമത്തേതെന്ന് പറയുന്നത് ആരണ്യകങ്ങൾ. ഈ ആരണ്യവാസ സമയത്ത്, അതായത് വാനപ്രസ്ഥം, സന്യാസം എന്നിവ സ്വീകരിക്കുന്നവർ അനുഷ്ഠിക്കേണ്ട മോക്ഷമാർഗം, അതാണ് ഈ ആരണ്യകങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇനി നാലാമത്തേതാണ് ഉപനിഷത്തുകൾ. പരമമായ സത്യത്തെക്കുറിച്ചും ജീവാത്മാവ്, പരമാത്മാവ്, മനസ്സ് എന്നിവയെക്കുറിച്ചുമുള്ള ഗഹനമായ വിവരണങ്ങളാണ് ഈ ഉപനിഷത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി പ്രധാനമായൊരു സംശയമുണ്ടാകാം, ഈ 4 ശാഖകളും പല പല ബുക്കുകളാണോ എന്ന്. അല്ല, ഈ 4 ശാഖകളും നമ്മുടെ വേദത്തിൽ തന്നെയാണ് അടങ്ങിയിരിക്കുന്നത്. വേദം എത്രയാണെന്ന് നമുക്കറിയാം, 4 എണ്ണമാണ്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, അല്ലേ? പക്ഷേ ഇതിൽ തന്നെ യജുർവേദത്തിന് 2 പാർട്സ് ഉണ്ട്. അതായത് യജുർവേദത്തിനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് കൃഷ്ണ യജുർവേദം, അടുത്തത് ശുക്ല യജുർവേദം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം 5 വേദങ്ങളുണ്ടെന്ന്. ഋഗ്വേദം, കൃഷ്ണ യജുർവേദം, ശുക്ല യജുർവേദം, സാമവേദം, അഥർവവേദം. ഋഗ്വേദം എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ സർവ്വചരാചരങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ശാശ്വത നന്മയ്ക്കായിട്ടുള്ള മന്ത്രങ്ങൾ അടങ്ങിയതാണ് ഋഗ്വേദം. ഇനി കൃഷ്ണ യജുർവേദമോ, ഗദ്യവും പദ്യവും ചേർന്ന് യാഗകർമ്മത്തിനായിട്ടുള്ള കർമ്മകാണ്ഡ മന്ത്രങ്ങളാണ് യജുർവേദത്തിൽ അടങ്ങിയിട്ടുള്ളത്, അതായത് കൃഷ്ണ യജുർവേദത്തിൽ. ഇനി ശുക്ല യജുർവേദത്തിലോ, അത് പദ്യം മാത്രമായിട്ടുള്ളതാണ്. ജ്ഞാനവിജ്ഞാന സമ്മിശ്രമായ മന്ത്രങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ശുക്ല യജുർവേദം എന്ന് പറയുന്നത്. ഇനി അടുത്തത് സാമവേദം. സാമവേദം എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, സാമവേദത്തിലാണ് നമ്മുടെ സംഗീതത്തിൻ്റെ ഉൽപ്പത്തി എന്നുള്ളതാണ്. ഋഗ്വേദീയ മന്ത്രങ്ങൾ യാഗശാലയിൽ ഗാനരൂപത്തിൽ ആലപിക്കുന്ന സാമഗാനങ്ങൾ അടങ്ങുന്ന സാമമന്ത്രങ്ങൾ അടങ്ങിയതാണ് ഈ സാമവേദം എന്ന് പറയുന്നത്. അപ്പോൾ അഥർവവേദമോ? അഥർവവേദമാണ് ശരിക്കു പറഞ്ഞാൽ സാധാരണ ജനതയുമായി ബന്ധപ്പെട്ടത്. നമ്മുടെ കൃഷി, രോഗം, ഔഷധം, പ്രാർത്ഥന തുടങ്ങിയ എല്ലാവിധ നമ്മുടെ ഭൗതിക കാര്യങ്ങളും അടങ്ങിയ വേദമാണ് അഥർവവേദം എന്ന് പറയുന്നത്. ഇനി ബ്രാഹ്മണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഋഗ്വേദത്തിൽ തന്നെയാണ് ഈ ബ്രാഹ്മണങ്ങളും അടങ്ങിയിരിക്കുന്നത്. ഋഗ്വേദീയ ബ്രാഹ്മണങ്ങൾ, കൃഷ്ണ യജുർവേദീയ ബ്രാഹ്മണങ്ങൾ, ശുക്ല യജുർവേദീയ ബ്രാഹ്മണങ്ങൾ, സാമവേദീയ ബ്രാഹ്മണങ്ങൾ, അഥർവവേദീയ ബ്രാഹ്മണങ്ങൾ. അതുപോലെ തന്നെ ആരണ്യകങ്ങളോ, അതും ഈ വേദങ്ങളിൽ തന്നെ. ഋഗ്വേദീയ ആരണ്യകം, കൃഷ്ണ യജുർവേദീയ ആരണ്യകം, ശുക്ല യജുർവേദീയ ആരണ്യകം, സാമവേദീയ ആരണ്യകം, അഥർവവേദീയ ആരണ്യകം. അതുപോലെ തന്നെ ഉപനിഷത്തുകളും. ഋഗ്വേദീയ ഉപനിഷത്തുകൾ, കൃഷ്ണ യജുർവേദീയ ഉപനിഷത്തുകൾ, ശുക്ല യജുർവേദീയ ഉപനിഷത്തുകൾ, സാമവേദീയ ഉപനിഷത്തുകൾ, അഥർവവേദീയ ഉപനിഷത്തുകൾ. ഇത് കൂടാതെ വേദാംഗങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. വേദ പഠനത്തിൻ്റെയും ആചരണത്തിൻ്റെയും സമഗ്ര നിയമാവലികൾ വിവരിക്കുന്നതാണ് ഈ വേദാംഗങ്ങൾ. അതുപോലെ ശിക്ഷാഗ്രന്ഥങ്ങളുമുണ്ട്. ഇത്തരം നിയമങ്ങൾ വരുമ്പോൾ, അത് പാലിക്കാതെ വരുമ്പോൾ എന്ത് ശിക്ഷ കൊടുക്കണമെന്ന് പറയുന്ന ഒരു ഗ്രന്ഥമാണ് ഈ ശിക്ഷാഗ്രന്ഥങ്ങൾ. ഇനി ഈ വേദത്തിന് കുറച്ച് ഉപവേദങ്ങളുണ്ട്. നമുക്ക് 1-2 ഉദാഹരണം പറയാം. അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത് ഋഗ്വേദത്തിൻ്റെ ഉപവേദമാണ്. ചാണക്യത്തിൻ്റെ അർത്ഥശാസ്ത്രം പോലെ തന്നെ 18 അർത്ഥശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ധനുർവേദം എന്ന് പറയുന്നത് യജുർവേദത്തിൻ്റെ ഉപവേദമാണ്. അതെന്ന് പറയുന്നത് യുദ്ധതന്ത്രങ്ങൾ, യുദ്ധനിയമങ്ങൾ അങ്ങനെ തുടങ്ങിയ കുറേ വിവരണമാണ് ഈ ധനുർവേദത്തിലുള്ളത്. ഗാന്ധർവവേദം, അത് സാമവേദത്തിൻ്റെ ഉപവേദം. സംഗീതവും നൃത്യവും വാദ്യോപകരണങ്ങളും എല്ലാം ചേരുന്ന ഒരു വിവരണമാണ് അതിലുള്ളത്. പിന്നെ വരുന്നത് എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു വേദമാണ്, വേറൊന്നുമല്ല ആയുർവേദം. ഈ ആയുർവേദം എന്ന് പറയുന്നത് അഥർവവേദത്തിൻ്റെ ഒരു ഉപവേദമാണ്. ഇതുകൂടാതെ 18 പുരാണങ്ങൾ, വാൽമീകി രാമായണം, മഹാഭാരതം, പിന്നെ ഭഗവത്ഗീത, ഭാഗവതം അങ്ങനെ തുടങ്ങിയ ഗ്രന്ഥങ്ങളും ഹിന്ദുമത ഗ്രന്ഥങ്ങളായിട്ട് ഉണ്ട്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട നമ്മുടെ ഹിന്ദുമത ഗ്രന്ഥത്തിൻ്റെ ശാഖകൾ എന്ന് പറയുന്നത്, അതായത് പഠനവിധേയമാക്കുന്ന ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി കാണും. ഇതെല്ലാവരും ഓർത്തു വയ്ക്കാനും ശ്രമിക്കുക.
കാരണം അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. നമുക്കറിയാമെങ്കിൽ അത് 1-2 പേർക്കെങ്കിലും നമുക്ക് പറഞ്ഞു കൊടുക്കാനെങ്കിലും സാധിക്കും. എല്ലാവരും ഇത് അറിയട്ടെ, ഇത് അറിയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തേക്ക് തൽക്കാലം വിട നൽകുക. അടുത്തൊരു വീഡിയോയിൽ കാണും വരേക്കും നന്ദി, നമസ്കാരം.